Good morning, students. Today we are going to discuss about the ratio analysis. Last class നമ്മൾ ഡിസ്കസ് ചെയ്ത റേഷ്യോ എന്ന് പറയുന്നത് സോൾവൻസി റേഷ്യോ ആണ്. സോൾവൻസി റേഷ്യോ ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോൾവൻസി റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് ലോങ് ടേം റേഷ്യോ. അതായത് ലോങ് ടേം സോൾവൻസി, ലോങ് ടേം ലിക്വിഡിറ്റിയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് സോൾവൻസി എന്ന് പറയുന്നത്. അപ്പോൾ സോൾവൻസി റേഷ്യോ വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് ആണ്. റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത്. ദിസ് റേഷ്യോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് ഫിക്സഡ് അസറ്റ്സ് ആൻഡ് നെറ്റ് വർത്ത് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അതായത് നെറ്റ് ഫിക്സഡ് അസറ്റും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത്. ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷനിലേക്ക് പോകാം. ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് റേഷ്യോ ഇസ് ഈക്വൽ ടു നെറ്റ് ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത്. ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് റേഷ്യോ ഇസ് ഈക്വൽ ടു നെറ്റ് ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത്. ഇനി ഇവിടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ഇഫ് ദ റേഷ്യോ ഈസ് ലെസ് ദാൻ 1, ഒന്നിനേക്കാൾ താഴെയാണ് റേഷ്യോ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഐഡിയൽ. ഒന്നിനേക്കാൾ താഴെയാണ് റേഷ്യോ എന്നുണ്ടെങ്കിൽ അത് ഐഡിയലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. ഇഫ് ദ റേഷ്യോ ഈസ് മോർ ദാൻ 1, ഒന്നിനേക്കാൾ കൂടുതലാണ് റേഷ്യോ എങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് എ പാർട്ട് ഓഫ് ദ ഫിക്സഡ് അസറ്റ്സ് ഈസ് ഫിനാൻസ്ഡ് ആസ് യൂസിങ് ബോറോഡ് ഫണ്ട്. അതിൻ്റെ അർത്ഥം ഒന്നിനേക്കാൾ കൂടുതലാണ് റേഷ്യോ എന്നുണ്ടെങ്കിൽ നമ്മൾ കടം വാങ്ങിയിട്ടുള്ള പൈസ ഉപയോഗിച്ചിട്ടാണ് എന്ത് വാങ്ങിയിട്ടുള്ളത്, ഫിക്സഡ് അസറ്റ് ഫൈനാൻസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ അസംഷൻ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് എന്ന് പറയുന്നത് പേര് പറയുന്ന പോലെ തന്നെ ഫിക്സഡ് അസറ്റ്സും നെറ്റ് വർത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത് റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, നെറ്റ് ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത്. അപ്പോൾ അവിടെ നെറ്റ് ഫിക്സഡ് അസറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, കൂടി ശ്രദ്ധിക്കുക. നെറ്റ് ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത്. ഇനി ഇൻ്റർപ്രിട്ടേഷനാണ്. ഇതിനെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം? നമ്മൾ റേഷ്യോ അനാലിസിസിൽ നമ്മൾ റേഷ്യോ മാത്രം ചെയ്തതുകൊണ്ടായില്ല, നമ്മളതിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്നുകൂടി പഠിക്കേണ്ടതുണ്ട്. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഇഫ് ദ റേഷ്യോ ഈസ് ലെസ് ദാൻ 1, ഒന്നിനേക്കാൾ താഴെയാണ് റേഷ്യോ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഐഡിയൽ. ഒന്നിനേക്കാൾ താഴെയാണ് റേഷ്യോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിലുള്ള സഫിഷ്യൻറ്റ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇഫ് ദ റേഷ്യോ ഇസ് മോർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ കൂടുതലാണ് റേഷ്യോ എന്നുണ്ടെങ്കിൽ നമ്മൾ കടം വാങ്ങിയ പൈസ കൂടി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ഈ അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെയാണ് റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് 6th റേഷ്യോ, ഫണ്ടഡ് ഡെപ്റ്റ് ടു ക്യാപിറ്റലൈസേഷൻ. ഫണ്ടഡ് ഡെപ്റ്റ് എന്താണ്? ഫണ്ടഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫണ്ടഡ് ഡെപ്റ്റ് മീൻസ് ലോങ് ടേം ഡെപ്റ്റ്, ദാറ്റ് ഈസ് ബോണ്ട്സ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ലോങ് ടേം ലോൺസ്. ഒന്നുകൂടി പറയാം. ഫണ്ടഡ് ഡെപ്റ്റ് മീൻസ് ലോങ് ടേം ഡെപ്റ്റ്, ദാറ്റ് ഈസ് ബോണ്ട്സ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ലോങ് ടേം ലോൺസ്. The term capitalization means total capital. The term capitalization means total capital or total funds in the business equal to total assets or total liabilities. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫണ്ടഡ് ഡെപ്റ്റ് ടു ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ലോങ് ടേം ഡെപ്റ്റ് ഉപയോഗിച്ചു എന്തിനെ കമ്പയർ ചെയ്തിട്ട് ടോട്ടൽ അസറ്റ്സ്. നമ്മൾ ടോട്ടൽ അസറ്റ്സ് അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ഫണ്ടഡ് ഡെപ്റ്റ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഞാൻ ഇക്വേഷനിലേക്ക് പോകാം. നമുക്ക് ഫണ്ടഡ് ഡെപ്റ്റ് ടു ക്യാപിറ്റലൈസേഷൻ ഈസ് ഈക്വൽ ടു ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ഇവിടെ ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ് അല്ലേ. ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നതും ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്.
അല്ലേ? അപ്പോൾ അത് കുട്ടികൾ മനസ്സിലാക്കണം. നമുക്ക് ടോട്ടൽ അസറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ടോട്ടൽ ലയബിലിറ്റീസിൻ്റെ എമൗണ്ട് തന്നെയാണ് ടോട്ടൽ അസറ്റ്സ് ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഫണ്ടഡ് ഡെപ്റ്റ് ടു ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ടോട്ടൽ അസറ്റ്സിൽ എത്രത്തോളം നമ്മൾ ഫണ്ടഡ് ഡെപ്റ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻ്റർപ്രിട്ടേഷനാണ്. എ ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് മോർ ലിവറേജ് ആൻഡ് മോർ റിസ്ക്. എ ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് മോർ റിസ്ക് ആൻഡ് മോർ ലിവറേജ്. അതായത് കൂടുതൽ ലിവറേജ് ഉള്ളതായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അല്ലെങ്കിൽ ഹൈ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിസ്ക് കൂടുതലാണ്, ലിവറേജ് കൂടുതലാണ്. അല്ലെങ്കിൽ കൂടുതൽ കടം വാങ്ങിയ പൈസ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് നടത്തുക, അല്ലെങ്കിൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് റേഷ്യോ ആണ്. ദിസ് റേഷ്യോ എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ലോങ് ടേം ഫണ്ട്. ഫിക്സഡ് അസറ്റ് റേഷ്യോ ആണ്. ദിസ് റേഷ്യോ എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ലോങ് ടേം ഫണ്ട്. ഈ റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്സും ലോങ് ടേം ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി അതിൻ്റെ ഇക്വേഷനിലേക്ക് വരാം. ഫിക്സഡ് അസറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്സ്. അതായത് ഫിക്സഡ് അസറ്റ്സും ലോങ് ടേം ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്തായിട്ട് പറയുന്നത്, ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇൻ്റർപ്രിട്ടേഷൻ: എ റേഷ്യോ ഓഫ് 67% ഈസ് കൺസിഡേർഡ് ആസ് സാറ്റിസ്ഫാക്ടറി. 67% എന്ന് പറയുന്നത് നമ്മൾ സാറ്റിസ്ഫാക്ടറി റേഷ്യോ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഇവിടെ ഫിക്സഡ് അസറ്റ് റേഷ്യോ 67% എന്ന് പറയുന്നത് എന്തായിട്ട് കണക്കാക്കപ്പെടുന്നു, സാറ്റിസ്ഫാക്ടറി ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതിനെന്താണ്, ദ ഫിക്സഡ് അസറ്റ് റേഷ്യോ ഷുഡ് നോട്ട് ബി മോർ ദാൻ 1:1 ഓർ 100%. ഫിക്സഡ് അസറ്റ് റേഷ്യോ 1:1 മുകളിലാവാൻ പാടില്ല, അല്ലെങ്കിൽ 100% മുകളിലാവാൻ പാടില്ല. അതൊരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, അതൊരിക്കലും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കില്ല. എ ലോവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷൻ. താഴ്ന്ന റേഷ്യോ ആണെങ്കിൽ അതിനെ നല്ല ഫിനാൻഷ്യൽ പൊസിഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. നല്ല ഫിനാൻഷ്യൽ പൊസിഷനായിട്ട് നമുക്ക് പറയാം. ഇന്ന് നമ്മൾ പഠിച്ചത് 3 ടൈപ്പ് റേഷ്യോസാണ്. അതിൽ പ്രധാനപ്പെട്ട 2 എണ്ണമാണ് 5ഉം 6ഉം. ദെൻ ലാസ്റ്റ് വേറൊരു ടൈപ്പ് റേഷ്യോ കൂടി നമ്മൾ പഠിച്ചു. 5ാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഫിക്സഡ്, ഒന്നുകൂടി പറയാണ്, റിപ്പീറ്റ് ചെയ്യാണ്. റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് എന്ന് പറയുന്നത് നെറ്റ് വർത്തും ഫിക്സഡ് അസറ്റും തമ്മിലുള്ള റേഷ്യോനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് വർത്തിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഫിക്സഡ് അസറ്റിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള റേഷ്യോനെയാണ് നമ്മൾ പറയുന്നത്. ഇത് ലെസ് ദാൻ 1 ആണെങ്കിൽ ഐഡിയൽ ആണ്, കൺസിഡേർഡ് ആസ് ഐഡിയൽ. ആൻഡ് എബവ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐഡിയൽ ആണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ കടം വാങ്ങിയ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ എന്ത് വാങ്ങിയിട്ടുണ്ട്, അസറ്റ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. 6ാമത്തെ റേഷ്യോ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഫണ്ടഡ് ഡെപ്റ്റ് ടു ക്യാപിറ്റലൈസേഷൻ. നമ്മൾ എത്രത്തോളം ലോങ് ടേം ഫണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ടോട്ടൽ അസറ്റിന് വേണ്ടി, അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷന് വേണ്ടി എത്ര ലോങ് ടേം ഫണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള റേഷ്യോ ആണ്. ഹൈ റേഷ്യോ എന്ന് പറയുന്നത് മോർ ലിവറേജും മോർ റിസ്ക്കും കൊണ്ടുവരുന്ന റേഷ്യോ ആണ് ഹൈ റേഷ്യോ എന്ന് പറയുന്നത്. ഇൻ്റർപ്രിട്ടേഷൻ അത്ര തന്നെയാണ്. ഒരു ഹൈ റേഷ്യോ വന്നു കഴിഞ്ഞാൽ റിസ്ക് കൂടുതലാണ്, ലിവറേജ് കൂടുതലാണ്, കടം വാങ്ങിയ സംഖ്യ കൂടുതലാണ്, റിസ്ക്കാണ്, ബിസിനസ്സിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലോ റേഷ്യോ ആണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. അടുത്ത് ഫിക്സഡ് അസറ്റ് റേഷ്യോ ആണ്. ഫിക്സഡ് അസറ്റ് റേഷ്യോ ഈസ് ദ റിലേഷൻഷിപ്പ് is the ratio expressing the relationship between fixed assets and long term funds ആണ്. അവിടെയും നമ്മൾ പറയുന്നത് എന്താണ്, 67% is considered as satisfactory. A ratio of 67% is considered as satisfactory. Then എന്താണ്, ഫിക്സഡ് അസറ്റ് റേഷ്യോ ഷുഡ് നോട്ട് ബി മോർ ദാൻ 1:1 ഓർ 100%. ഇത് 100 കൂടാൻ പാടില്ല, അല്ലെങ്കിൽ 1:1 അല്ലെങ്കിൽ അത് അത്രയാവാൻ പാടുള്ളൂ, അതിനേക്കാൾ കൂടാൻ പാടില്ല. എ ലോവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു ലോവർ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷനാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലം പേജ് നമ്പർ 265, ഇല്ലസ്ട്രേഷൻ 7 ആണ്. യു ആർ ഗിവൺ, ഞാൻ പ്രോബ്ലം വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. യു ആർ ഗിവൺ ദ ബാലൻസ് ഷീറ്റ് ഓഫ് RSQ ലിമിറ്റഡ് ആസ് ഓൺ 31/12/2015. ഇനി താഴെ ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിലെ ഓൾഡ് ടൈപ്പ് ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത്. അതിൽ ലയബിലിറ്റി സൈഡ്, ആദ്യത്തെ സൈഡ് ലയബിലിറ്റി സൈഡും അടുത്ത സൈഡ് അസറ്റ് സൈഡുമാണ്. ലയബിലിറ്റി സൈഡിലെ ഷെയർ ക്യാപിറ്റൽ
3,400, reserves and surplus 3,000, sundry creditors 600, bills payable 200, bank overdraft 800. Then asset side fixed assets 4,000, stock 1,200, debtors 1,800, cash and bank 1,000. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റ്. ഇതിൽ അനലൈസ് ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ കമ്പനി ആൻഡ് കമൻറ്റ് ഓൺ ഇറ്റ്. ഈ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക, അതിനെപ്പറ്റി എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി പൊസിഷൻ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ടൈപ്പ് ലിക്വിഡിറ്റീസ് ആണ് ഉള്ളത്. ഒന്ന് ഷോർട്ട് ടൈം ലിക്വിഡിറ്റിയും ഒന്ന് ലോങ് ടൈം ലിക്വിഡിറ്റിയും. അപ്പോൾ ലോങ് ടൈം ലിക്വിഡിറ്റി അല്ല ഇവിടെ പറയുന്നത്. ഇപ്പോൾ സാധാരണ ഗതിക്ക് ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് എന്താണ്, ഷോർട്ട് ടൈം ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ കമ്പനി. അതായത് ലിക്വിഡിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യേണ്ടത് ഷോർട്ട് ടൈം ലിക്വിഡിറ്റിയാണ്. നേരെ മറിച്ച് സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ എന്തിലേക്ക് പോകേണ്ടത്, ലോങ് ടൈം ലിക്വിഡിറ്റിയിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ബാലൻസ് ഷീറ്റ് വന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലിക്വിഡിറ്റി പൊസിഷനെ പറ്റി കമൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞ 3 റേഷ്യോസ് ഉണ്ട്. ഏതൊക്കെയാണ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞ 3 റേഷ്യോസ്? ഒന്ന് കറണ്ട് റേഷ്യോ, രണ്ടാമത്തെ എന്താ ലിക്വിഡിറ്റി റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, 3 ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. ഇത് 3 ആണ് നമുക്ക് എന്തായിട്ട് ഇവിടെ കാണേണ്ടത്, ഇവിടെ സൊല്യൂഷനായിട്ട് കാണേണ്ടത്. ഒന്നുകൂടി കുട്ടികൾ ശ്രദ്ധിക്കുക, ഇതൊരു ബാലൻസ് ഷീറ്റാണ്. ഇതൊരു ഓൾഡ് ടൈപ്പ് ബാലൻസ് ഷീറ്റാണ്. ഈ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മളോട് എന്ത് അനലൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, ലിക്വിഡിറ്റി പൊസിഷൻ അനലൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഒരു ക്വസ്റ്റ്യനിൽ ലിക്വിഡിറ്റി പൊസിഷൻ അനലൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഷോർട്ട് ടൈം ലിക്വിഡിറ്റിയാണ്. ദാറ്റ് ഈസ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്നറിയപ്പെടുന്ന റേഷ്യോസ് മാത്രമേ ഇവിടെ ചെയ്യേണ്ട കാര്യമുള്ളൂ. ലിക്വിഡിറ്റി റേഷ്യോസ് എന്നറിയപ്പെടുന്ന 3 റേഷ്യോസ് ആണുള്ളത്. ഒന്ന് കറണ്ട് റേഷ്യോ, 2 ലിക്വിഡ് റേഷ്യോ, 3 ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. നമുക്ക് അപ്പോൾ പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മളോട് ലിക്വിഡിറ്റി റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 3 റേഷ്യോസാണ്. നേരത്തെ ഞാൻ പറഞ്ഞാണ്, ഒന്നുകൂടി പറയാണ്. കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ ആൻഡ് ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് അല്ലേ. അപ്പോൾ നമ്മുടെ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പ്ലസ് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, ഡെപ്റ്റേഴ്സ് പ്ലസ് നമുക്ക് ക്യാഷ് ആൻഡ് ബാങ്ക്, ക്യാഷ് ആൻഡ് ബാങ്ക്. ഇതാണ് നമ്മുടെ കറണ്ട് അസറ്റ്സ്. ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ സൺട്രി ക്രെഡിറ്റേഴ്സ്. ഞാനിവിടെ ഷോർട്ടാക്കിയിട്ടാണ് എഴുതുന്നത്. സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ ആൻഡ് പ്ലസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇങ്ങനെയുള്ള 3 ഐറ്റമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 ഐറ്റം ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. വളരെ സിമ്പിളായിട്ട് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1,800 ആണ്. 1,800 പ്ലസ് 1,200 ആണ്. 1,200 പ്ലസ് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1,800 പ്ലസ് നമ്മുടെ ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറയുന്നത് 1,000 ആണ്. 1,000 ഡിവൈഡഡ് ബൈ നമ്മുടെ സൺട്രി ക്രെഡിറ്റേഴ്സ് 600 പ്ലസ് നമ്മുടെ ബിൽസ് പേയബിൾ 200. ദെൻ ഈ ക്വസ്റ്റ്യനിലെ ബാങ്ക് ഓഡി ദാറ്റ് ഈസ് 800. അപ്പോൾ ഈ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 1 2 3 4,000 ഡിവൈഡഡ് ബൈ 1,600. 4,000 ഡിവൈഡ് ബൈ 1,600 ദാറ്റ് ഈസ് 2.50 ആണ് ആൻസർ. അത് റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2.50 ഈസ് ഈക്വൽ ടു 1. അതായത് ഇവിടെ ഒരു കറണ്ട് ലയബിലിറ്റി കൊടുത്തു തീർക്കാൻ നമ്മുടെ കയ്യിൽ 2.5 കറണ്ട് അസറ്റ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ആൻസർ, ഇതിൻ്റെ റിസൾട്ട് അതാണ്. മനസ്സിലായാലോ. നമ്മുടെ കയ്യിൽ 4,000 രൂപയുടെ ടോട്ടൽ കറണ്ട് അസറ്റ്സ് ഉണ്ട്.
നമ്മുടെ കയ്യിലുള്ള കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കൊടുത്തു തീർക്കാനുള്ള കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 1600 അപ്പോൾ 4000-നെ 1600 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് 2.5 ആണ്. 2.5 ഈസ് ഈക്വൽ ടു നമ്മൾ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2.5 1 എന്നുള്ള റേഷ്യോ നമ്മൾ എഴുതുക. അതായത് ഒരു കറണ്ട് ലയബിലിറ്റി നമുക്ക് കൊടുത്തു തീർക്കാൻ 2.5 കറണ്ട് അസറ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് കേട്ടോ. അപ്പോൾ അത് കുട്ടികളെ ശ്രദ്ധിക്കുക, നല്ല വലിയ കുഴപ്പമില്ലാത്തൊരു പൊസിഷനാണ്. ദെൻ നെക്സ്റ്റ് ഈസ് അടുത്ത കേസാണ് ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡ് ബൈ ലിക്വിഡ് റേഷ്യോ. ലിക്വിഡ് റേഷ്യോനെ മറ്റൊരു പേര് പറയാറുണ്ട്, എന്താണ്? ലിക്വിഡ് റേഷ്യോനെ പറയുന്ന മറ്റൊരു പേരാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്ന പേരാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്. ഇപ്പോൾ ഇവിടെ ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ് അല്ലേ. ഇവിടെ കറണ്ട് അസറ്റ് 4000 ആണ്. ആ 4000-ൽ നിന്ന് നമ്മൾ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ലിക്വിഡ് അസറ്റ് കിട്ടും. ഇവിടെ തൽക്കാലം എന്തില്ല, സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ക്യാഷ് ആൻഡ് ബാങ്ക് ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് ഒഴിവാക്കാം. സ്റ്റോക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് ലയബിലിറ്റി അതുപോലെ തന്നെ സ്റ്റോക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഡെപ്റ്റേഴ്സും ക്യാഷും എടുക്കാം. ഡെപ്റ്റേഴ്സും ക്യാഷും എടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് നമുക്ക് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം, ഡെപ്റ്റേഴ്സ് 1800 പ്ലസ് ക്യാഷ് ആൻഡ് ബാങ്ക് 1000 ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, എത്രയാണ്? 1600 അല്ലേ. അപ്പോൾ അവിടെ 2800 ഡിവൈഡ് ബൈ 1600 എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 2800 ഡിവൈഡ് ബൈ 1600 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 1.75 ആണ്. അത് നമ്മൾ റേഷ്യോയിലേക്ക് ആക്കുമ്പോൾ 1.75:1 ഇതാണ് റേഷ്യോ. അതിൻ്റെ അർത്ഥം ഒരു കറണ്ട് ലയബിലിറ്റിക്ക് നമുക്ക് ഏകദേശം 1.25 എന്താണ് ലിക്വിഡ് അസറ്റ് ഉണ്ട്. മനസ്സിലായല്ലോ? ഒരു കറണ്ട് ലയബിലിറ്റി കൊടുത്തു തീർക്കാൻ 1.25 ലിക്വിഡ് അസറ്റ് നമ്മുടെ കൈവശമുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത്, ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള അസറ്റിൻ്റെ കൺവെർട്ടബിലിറ്റി നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് മാത്രമേ അവിടെ എടുക്കുള്ളൂ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ എല്ലാ ക്വസ്റ്റ്യനിലും പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടാവണമെന്നില്ല. എല്ലാ ക്വസ്റ്റ്യനിലും എന്തുണ്ടാവും, നിർബന്ധമായിട്ട് സ്റ്റോക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് കുറച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് ഒഴിവാക്കി ബാക്കി ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് മാത്രം കൂട്ടിയാൽ മതി. സ്റ്റോക്ക് ഒഴിവാക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള 2 അസറ്റ് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഡെപ്റ്റേഴ്സും ഒന്ന് ക്യാഷ് ആൻഡ് ബാങ്കും ആണ്. അത് മാത്രം എടുക്കുക. ഡെപ്റ്റേഴ്സ് 1800 ക്യാഷ് ആൻഡ് ബാങ്ക് 1000 ആണ്. ഡിവൈഡ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കറണ്ട് ലയബിലിറ്റി 1600 ഉണ്ട്. ദെൻ എന്താണ്, ലിക്വിഡ് റേഷ്യോ ഈക്വൽ ടു 2800 ഡിവൈഡ് ബൈ 1600 ഈക്വൽ ടു 1.75:1. അതായത് ഒരു കറണ്ട് ലയബിലിറ്റിക്ക് ഏകദേശം 1.25 കറണ്ട് അല്ലെങ്കിൽ എന്താണ് ലിക്വിഡ് അസറ്റ് നമ്മുടെ കൈവശമുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത റേഷ്യോ ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് അടുത്ത റേഷ്യോ ആണ് ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ള റേഷ്യോസ് എന്ത് ചെയ്യുക, നമ്മൾ കണ്ടുപിടിക്കും. ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ആൻഡ് ഈക്വലൻസ് ഡിവൈഡഡ് ബൈ എന്താണ്, ലിക്വിഡ് ലയബിലിറ്റീസ്. അപ്പോൾ അവിടെ ഒരു ചെറിയ മാറ്റം വന്നു. ഇവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, സാധാരണ കറണ്ട് ലയബിലിറ്റി ഉപയോഗിക്കുന്നതിന് പകരം ലിക്വിഡ് ലയബിലിറ്റീസ് മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ക്യാഷ് ആൻഡ് ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ക്യാഷ് ആൻഡ് ഈക്വലൻസ് എന്ന് പറയുന്നത് എന്താണ്, ക്യാഷ് ആൻഡ് ബാങ്ക് മാത്രമേ ഉള്ളൂ, 1000 മാത്രം അല്ലേ. ലിക്വിഡ് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എന്താണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ കൂട്ടാൻ പാടില്ല. ബിൽസ് പേയബിൾ അത് ഹൈലി ലിക്വിഡ് ആണ്. പ്ലസ് എന്താണ്, നമ്മുടെ സൺട്രി ക്രെഡിറ്റേഴ്സ് 600 അല്ലേ. ദെൻ ദാറ്റ് ഈസ് എത്രയാണ്, 1000 ഡിവൈഡഡ് ബൈ 800. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1.25:1. ഒന്നുകൂടി പറയാം. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള, വളരെ ലിക്വിഡ് ആയിട്ടുള്ള റേഷ്യോ കണക്കാക്കുന്ന ഇക്വേഷനാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ലിക്വിഡ് അസറ്റ്സ് ദാറ്റ് ഈസ് ക്യാഷ് ആൻഡ് ഈക്വലൻസ്. ക്യാഷ് ആൻഡ് ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ ക്യാഷും ബാങ്കും മാത്രമല്ല,
നമ്മുടെ ഗവൺമെൻറ് എന്താണ് സെക്യൂരിറ്റീസൊക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഹൈലി അതുപോലെ തന്നെ എന്താണ് 7 day ഷോർട്ട് നോട്ടീസ് ലോൺസ് അതൊക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ഡിവൈഡഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിലെ ക്യാഷും ബാങ്കും പിന്നെ വളരെ പെട്ടെന്ന് ദിവസങ്ങൾക്കുള്ളിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകൾ മാത്രമേ ഇവിടെ വരുള്ളൂ. ദെൻ ലിക്വിഡ് അസറ്റിൽ നമുക്ക് വരാവുന്ന അസറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ലയബിലിറ്റിയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ലിക്വിഡായിട്ട് സാധാരണ ഗതിക്ക് നമുക്ക് കറണ്ട് ലയബിലിറ്റിയിൽ നിന്ന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മാറ്റിയാൽ നമുക്കുള്ള ബാക്കിയുള്ള ലിക്വിഡിറ്റി ലയബിലിറ്റീസിന് നമുക്ക് എന്തായിട്ട് പറയാം, ലിക്വിഡ് ലയബിലിറ്റീസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ക്യാഷ് ആൻഡ് ഈക്വലൻസിൽ നമ്മൾ ക്യാഷും ബാങ്കും 1000ഉം ഹോൾ ഡിവൈഡഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ലിക്വിഡ് ലയബിലിറ്റീസ് എന്തൊക്കെയാണ് ഇവിടെ ഇപ്പോൾ തൽക്കാലം നമുക്ക് എന്താണ് എടുത്തിട്ടുള്ളത് സൺട്രി ക്രെഡിറ്റേഴ്സും ഞാനത് അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എഴുതാം. സൺട്രി ബിൽസ് പേയബിളും അതുപോലെ തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്തൊഴിവാക്കി, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒഴിവാക്കി. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് 1000 ഡിവൈഡ് ബൈ 800 കിട്ടി. ദാറ്റ് ഈസ് അതിൻ്റെ റേഷ്യോ 1.25 ആണ് വരുന്നത്. റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1.25:1 ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ആദ്യത്തെ ആൻസർ ഇതാണ് കിട്ടിയത് 1.25, രണ്ടാമത്തെ ആൻസർ ഇതാണ് കിട്ടിയത്, മൂന്നാമത്തെ ആൻസർ ഇതാണ് കിട്ടിയത്. ഇവിടെ ഇനി ഇത് വർക്ക് ചെയ്താൽ മാത്രം പോരാ, ഒരു കാര്യം കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് കമൻറ്റ് അല്ലെങ്കിൽ എന്താണ് പ്ലീസ് മേക്ക് എ കമൻറ്റ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു കമൻറ്റ് കൂടി ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ റേഷ്യോ 2.5:1 എന്ന് നോക്കി കഴിഞ്ഞാൽ അതൊരു ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ബെസ്റ്റ് എന്താണ് കറണ്ട് റേഷ്യോ അല്ലെങ്കിൽ ഐഡിയൽ കറണ്ട് റേഷ്യോ ബിക്കോസ് ഇറ്റ് ഈസ് ജസ്റ്റ് എബോവ് ഇറ്റ് ഈസ് വെൽ എബോവ് ദ ഐഡിയൽ റേഷ്യോ അല്ലേ. ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ അറിയണം, ഐഡിയൽ റേഷ്യോ അറിയണം അല്ലേ. കറണ്ട് റേഷ്യോൻ്റെ ഐഡിയൽ റേഷ്യോ എത്രയാണ്, 2:1 ആണ്. ആ 2:1 ആണ് ഐഡിയൽ റേഷ്യോ എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കിതിനെപ്പറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, നമുക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ റേഷ്യോ 2.5:1 എന്ന് പറയുന്നത് ഈസ് ജസ്റ്റ് എബോവ് ദി ഐഡിയൽ റേഷ്യോ അല്ലേ. ഐഡിയൽ റേഷ്യോ എത്രയാണ്, 2:1 ആണ്. നമ്മുടെ ഇവിടുത്തെ റേഷ്യോ എത്രയാണ്, 2.5:1 ആണ്. അപ്പോൾ എന്താണ്, ജസ്റ്റ് മുകളിലാണ്, വലിയ കുഴപ്പമില്ല, സാറ്റിസ്ഫാക്ടറി ലെവലാണ്, നല്ല റേഷ്യോ ആണ് നമ്മുടെ എന്താണ് കറണ്ട് റേഷ്യോ. രണ്ടാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് ലിക്വിഡ് റേഷ്യോ ആണ്. ലിക്വിഡ് റേഷ്യോ ഈസ് എത്രയാണ്, 1.75:1 ആണ്. ഐഡിയൽ റേഷ്യോ, അവിടെയും ഐഡിയൽ റേഷ്യോ അറിയണം. ഐഡിയൽ റേഷ്യോ ഈസ് എത്രയാണ്, 1:1 ആണ്. ഇവിടെ കുറച്ച് കൂടുതലാണ് എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത റേഷ്യോ തന്നെയാണ്. കുറച്ച് ഹയർ ആണ്, ഇത്ര അധികം ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് ലിക്വിഡ് ക്യാഷ് കൂടുതലുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ് കുറച്ച് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാലും കുഴപ്പമില്ലാത്ത റേഷ്യോ ആണിത്. ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ 0.5:1 ആണ് നമ്മുടെ ഐഡിയൽ റേഷ്യോ. നമുക്ക് വന്നിട്ടുള്ള 1.25:1 ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് സാറ്റിസ്ഫാക്ടറി ആണ്, പക്ഷേ നമ്മുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് കൂടുതലാണ് അല്ലേ. ലിക്വിഡ് ക്യാഷിൻ്റെ എന്താണ് നമ്മുടെ ലിക്വിഡ് ക്യാഷിൻ്റെ ഡെപ്പോസിറ്റ് നമ്മുടെ കയ്യിൽ കൂടുതലാണ്. എന്താ കാരണം, 0.5 വേണ്ടടുത്ത് 1.25 ഉണ്ട്. അപ്പോൾ ഇത് ഐഡിയൽ റേഷ്യോനേക്കാൾ കുറച്ച് ഹയർ ആണ്, എങ്കിലും കുഴപ്പമില്ല. ലിക്വിഡ് ക്യാഷ് ഇത്രയധികം കയ്യിൽ വെക്കണമെന്നില്ല. അതുകൂടി എന്ത് ചെയ്യാം, ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുകൂടി ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് നടത്താൻ കുഴപ്പമില്ല. ഇത് കുറച്ചുകൂടി ഹയർ ആണ്, ലിക്വിഡ് ക്യാഷ് കുറച്ചുകൂടി ഹയർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓവറോൾ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഓവറോൾ റേഷ്യോ, ഓവറോൾ ലിക്വിഡിറ്റി റേഷ്യോ ഇസ് എന്താണ് കൺസിഡേർഡ് ആസ് സാറ്റിസ്ഫാക്ടറി. ഓവറോൾ ലിക്വിഡിറ്റി റേഷ്യോ സാറ്റിസ്ഫാക്ടറി ആയിട്ട് കൺസിഡർ ചെയ്യാം. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം നമുക്ക്. അടുത്ത പ്രോബ്ലം ഇതേപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രോബ്ലം പേജ് നമ്പർ 267 ഇല്ലസ്ട്രേഷൻ 8 ആണ്. ഇതിലെ ബാലൻസ് ഷീറ്റ് ഓഫ് ബിഗ് ബോസ്, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ബാലൻസ് ഷീറ്റ് ഓഫ് ബിഗ് ബോസ് കമ്പനി ലിമിറ്റഡ്, കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, ഫിക്സഡ് അസറ്റ്സ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് റേഷ്യോ, ഇതിനെന്താണ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഇത്രയാണ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 7 റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് ആസറ്റ് 31 മാർച്ച് 2016 എന്ന് പറയുന്ന ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് പഴയ മോഡലുള്ള ഒരു ഓൾഡ് ടൈപ്പ് ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത്. ഞാൻ വായിക്കാം. ലയബിലിറ്റീസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1,50,000,
5% preference share capital 20,000, general reserve 25,000, profit and loss account 20,000, 6% debentures 55,000, creditors 45,000. ഇനി അസറ്റ് സൈഡിലാണ് ഫിക്സഡ് അസറ്റ്സ് 1,50,000, ഇൻവെൻ്ററി 50,000, ഡെപ്റ്റേഴ്സ് 25,000, ക്യാഷ് 90,000. അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 3,15,000 ആണ്. ഇനി അതിൻ്റെ ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത ലിക്വിഡിറ്റി റേഷ്യോസ് മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പ്രൊപ്രൈറ്ററി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ്, ഇപ്പോൾ ഈ ലാസ്റ്റ് ക്ലാസ്സിലായിട്ട് പഠിച്ചിട്ടുള്ള പ്രൊപ്രൈറ്ററി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ പോലെയുള്ള റേഷ്യോസ് കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ കാണേണ്ടി വരും. അപ്പോൾ അതുകൂടി കാണണം. 7 റേഷ്യോസ് കാണണം. ആ 7 റേഷ്യോസ് കണ്ടാലാണ് ഇതിൻ്റെ സൊല്യൂഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഇതിൽ നമുക്ക് സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് കമൻസ് പറഞ്ഞിട്ടില്ല, ഇൻ്റർപ്രിട്ടേഷൻ പറഞ്ഞിട്ടില്ല. ഇൻ്റർപ്രിട്ടേഷൻ പറയാതെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ റേഷ്യോസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. നമുക്ക് ആദ്യം കറണ്ട് റേഷ്യോ ആണ്. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് റേഷ്യോ കാണുന്നതിനുള്ള ഇക്വേഷൻ കറണ്ട് അസറ്റിനെ കറണ്ട് ലയബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കറണ്ട് അസറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. കറണ്ട് അസറ്റ് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇൻവെൻ്ററീസ് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ക്യാഷ് ഉണ്ട്. ഇൻവെൻ്ററീസ് 50,000 ഉണ്ട്, ഡെപ്റ്റേഴ്സ് 25,000 ഉണ്ട്, ക്യാഷ് 90,000 ഉണ്ട്. ഇനി നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് നോക്കാം. കറണ്ട് ലയബിലിറ്റീസ് വളരെ എളുപ്പമാണ്. ഈ ക്വസ്റ്റ്യനിൽ ആകെ കൂടി കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒന്നിച്ച് തന്നിരിക്കുകയാണ് 45,000. വേറെ ഡിവിഷനൊന്നുമില്ല, വേറെ സെപ്പറേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. കറണ്ട് ലയബിലിറ്റീസ് ക്രെഡിറ്റേഴ്സാണ് 45,000. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ ഇത് 3 കൂടി കൂട്ടുക. അപ്പോൾ അവിടെ 90, 50, 140, 165, 1,65,000 അല്ലേ. 1,65,000 ഡിവൈഡഡ് ബൈ 45,000 ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ ഇക്വേഷൻ 1,65 ഡിവൈഡ് ബൈ 45,000 ആണ്, ഇസ് ഈക്വൽ ടു 3.67. ഇതാണ് ഇതിൻ്റെ ആൻസർ. നമ്മൾ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3.67:1 എന്നാണ് അതിൻ്റെ റേഷ്യോ വരിക. 3.67:1. ഈ റേഷ്യോ നോക്കുകയാണെങ്കിൽ കുറച്ച് സ്ലൈറ്റ്ലി ഹയർ ആണ്. 2:1 ആണ് ഐഡിയൽ റേഷ്യോ. കുറച്ചധികം ലിക്വിഡ് അസറ്റ് നമ്മുടെ കയ്യിൽ ലോക്കായിട്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് കുറച്ചധികം ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്കും മറ്റ് ലിക്വിഡ് അസറ്റും വളരെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഐഡിയൽ ആയിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു പൊസിഷനാണെന്ന് പറയാൻ സാധിക്കില്ല. എങ്കിലും വളരെ മോശം എന്ന് പറയാനും പറ്റില്ല. ഇനി നമുക്ക് അടുത്ത റേഷ്യോയിലേക്ക് കിടക്കാം. ലിക്വിഡ് റേഷ്യോ ആണ്. ലിക്വിഡ് റേഷ്യോനെ പറയുന്ന മറ്റൊരു പേരാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ, അല്ലെങ്കിൽ ലിക്വിഡിറ്റി റേഷ്യോസിൽ വരുന്ന 2 റേഷ്യോസാണ് ലിക്വിഡ് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. അതിൻ്റെ ഇക്വേഷൻ ലിക്വിഡ് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. ലിക്വിഡ് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ലിക്വിഡ് അസറ്റ് കാണാൻ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് അസറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. ഒന്നുകൂടി പറയാം, പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇവിടെ ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ലിക്വിഡ് അസറ്റ് കാണാം. ലിക്വിഡ് അസറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ലിക്വിഡ് അസറ്റ് കാണാൻ എന്ത് ചെയ്യണം? കറണ്ട് അസറ്റ് എത്രയാണ്? കറണ്ട് അസറ്റ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് എത്രയാണ്? 1,65,000 ആണ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസിൽ ഇവിടെ നമുക്ക് സ്റ്റോക്ക് മാത്രമേ കുറയ്ക്കേണ്ടതുള്ളൂ. എന്താ കാരണം? ഇവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇല്ല അല്ലേ. അപ്പോൾ സ്റ്റോക്ക് എത്രയാണ്? 50,000 രൂപയാണ് സ്റ്റോക്ക് കുറയ്ക്കുക. 50,000 ഈസ് ഈക്വൽ ടു 1,15,000 ആണ് നമ്മുടെ കറണ്ട് അസറ്റ്. ഇനി നമ്മൾ റേഷ്യോ കാണുമ്പോൾ, ലിക്വിഡ് റേഷ്യോ കാണുമ്പോൾ എന്ത് ചെയ്യും? 1,15,000 ഇതാണ് നമ്മുടെ ലിക്വിഡ് അസറ്റ്. 1,15,000 ഡിവൈഡഡ് ബൈ നമ്മുടെ കറണ്ട് ലയബിലിറ്റി നേരത്തെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ എത്രയാണ്? 45,000 is equal to 2.56:1. 2.56:1. ഇവിടെ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ, അനാലിസിസ് നടത്തി നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്
അല്ലെങ്കിൽ അറിയാൻ പറ്റുന്ന ഇവിടെയും എന്താണ് കുറച്ച് ഹയർ ആയിട്ടുള്ള ലിക്വിഡ് റേഷ്യോ ആണുള്ളത്. 1:1 കൺസിഡേർഡ് ഈസ് ഐഡിയൽ റേഷ്യോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 1:1 ആണ് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ രണ്ട് റേഷ്യോ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണേണ്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് അടുത്ത റേഷ്യോ, തേർഡ് ടൈപ്പ് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ടോട്ടൽ ബോറോഡ് ഫണ്ട് ഡിവൈഡ് ബൈ ഓൺഡ് ഫണ്ടാണ്. ആ പേര് പറയുന്ന പോലെ തന്നെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഐഡൻറ്റിഫൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോറോഡ് ഫണ്ട് ആൻഡ് ഓൺഡ് ഫണ്ട്. അതായത് കടം വാങ്ങിയ ഫണ്ടും സ്വന്തം ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് എന്താണ് ടോട്ടൽ ബോറോഡ് ഫണ്ട് ആൻഡ് ഓൺഡ് ഫണ്ട്. വേറൊരു കാറ്റഗറി ഉണ്ട്, ഞാൻ പിന്നീട് പറയാതെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ടോട്ടൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബോറോഡ് ഫണ്ട് ഈസ് ഈക്വൽ ടു ടോട്ടൽ ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഡിബഞ്ചേഴ്സ് ഉണ്ട്, ഡിബഞ്ചേഴ്സ് പ്ലസ് ബോറോഡ് ഫണ്ടിലെ ക്രെഡിറ്റേഴ്സ്, ഡിബഞ്ചേഴ്സ് പ്ലസ് ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ഓൺഡ് ഫണ്ടിലെ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഞാനിവിടെ ഷോർട്ടാക്കിയിട്ട് ഇക്വിറ്റി എന്നാണ് എഴുതുന്നത്, പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അത് പ്ലസ് എന്താണ് പ്ലസ് റിസേർവ്സ് ആൻഡ് സർപ്ലസസ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പോയിന്റ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കാം. ഇക്വിറ്റി ക്യാപിറ്റൽ എത്രയാണ്? 1,50,000 രൂപയാണ് നമ്മുടെ ഇക്വിറ്റി ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ കുട്ടികൾ ക്വസ്റ്റ്യനിൽ നോക്കുക, 1,50,000 ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് നമ്മുടെ പ്രിഫറൻസ് ക്യാപിറ്റൽ 20,000 ആണ്. പ്രിഫറൻസ് ക്യാപിറ്റൽ 20,000 രൂപയാണ് നമ്മുടെ പ്രിഫറൻസ് ക്യാപിറ്റൽ. 20,000 പ്ലസ് നമ്മുടെ ജനറൽ റിസർവ് ഒരു 25,000 ഉണ്ട്, പ്ലസ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 20,000. അപ്പോൾ ഇവിടെ 1,50,000 1,75,000 1,95,000 1,95,000 2,15,000 ആണ്. നമുക്ക് ഇവിടേക്ക് എഴുതാം നമ്മുടെ ഇക്വിറ്റി അല്ലെങ്കിൽ എന്താണ് ഓൺഡ് ഫണ്ട്. ഇവിടേക്ക് എഴുതാം ഓൺഡ് ഫണ്ട് ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചത് 2,15,000 ആണ്. നമുക്ക് കാൽക്കുലേഷൻ ഒന്നുകൂടി നോക്കാം. നമ്മുടെ ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സ് പ്ലസ് ക്രെഡിറ്റേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് പ്ലസ് ക്രെഡിറ്റേഴ്സ് 55 പ്ലസ് 5 60 1 lakh ആണ്. ഓൺഡ് ഫണ്ട് 2,15,000. ദെൻ ബോറോഡ് ഫണ്ട് 1 lakh ആണ്. 1 lakh ആണ്. Therefore ratio is equal to borrowed fund divided by owned fund 2,15,000 is equal to 0.46:1. 0.46:1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോറോഡ് ഫണ്ടിൻ്റെ എത്രയാണ്, അല്ലെങ്കിൽ ഒരു 0.46 ബോറോഡ് ഫണ്ടിനെ നമുക്ക് ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു ഓൺഡ് ഫണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ കൈവശമുള്ളത്. വലിയ ഒരു സാറ്റിസ്ഫാക്ടറി ലെവലാണിത്. അടുത്ത കേസ് ഇതിൽ തന്നെ നേരത്തെ ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, ചില കേസുകളിൽ നമ്മളിവിടെ ടോട്ടൽ ബോറോഡ് ഫണ്ടിന് പകരം നമ്മളിവിടെ ലോങ് ടേം ഫണ്ട് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. രണ്ട് ആൻസറാണ് കിട്ടുക. ലോങ് ടേം ഫണ്ട് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചെയ്താലും കുഴപ്പമില്ല, രണ്ട് ആൻസറാണ് കിട്ടുക എന്ന് ഞാൻ പറയട്ടെ. ലോങ് ടേം ഫണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ ഇവിടെ നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ മാത്രം, ഡെപ്റ്റേഴ്സ് എത്രയാണ് 55,000 ആണ്. ദാറ്റ് ഈസ് 55,000 ഡിവൈഡഡ് ബൈ 2,15,000.
55,000 divided by 2,15,000 is equal to 0.26:1. ഇതും ഉപയോഗിക്കാറുണ്ട്. ചില കേസുകളിൽ ഇങ്ങനെയും ചെയ്യാറുണ്ട്, ചില കേസുകളിൽ ഇങ്ങനെയും ചെയ്യാറുണ്ട്. രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. രണ്ട് റേഷ്യോ ചെയ്താലും ശരിയാണ്. ചില കേസുകളിൽ ചില ഓതേഴ്സ് എടുക്കുന്നത് എന്താണ്, ടോട്ടൽ ബോറോഡ് ഈ ഇക്വേഷനെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിലെ ലോങ് ടേം ഫണ്ട് ഡിവൈഡ് ബൈ ഓൺഡ് ഫണ്ട് എന്നുള്ള റേഷ്യോ ആണ് പലരും ഉപയോഗിക്കുന്നത്. ചിലർ ടോട്ടൽ ബോറോഡ് ഫണ്ട് ഡിവൈഡ് ബൈ ഓൺഡ് ഫണ്ട് ഉപയോഗിക്കും. രണ്ടും ഉപയോഗിച്ചാലും അത് തെറ്റില്ല, രണ്ടായാലും കുഴപ്പമില്ല, രണ്ടായാലും ശരിയാണ്. അടുത്ത റേഷ്യോ, ഇപ്പോൾ നമ്മൾ എ ബി സി 3 റേഷ്യോ കഴിഞ്ഞു. ഇനി ഡി 4ാമത്തെ റേഷ്യോ ആണ്. 4ാമത്തെ റേഷ്യോ പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ്. പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് ഈക്വൽ ടു, പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത് 4ാമത്തെ പോയിന്റ്. പ്രൊപ്രൈറ്ററി റേഷ്യോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എന്താണ്, ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആൻഡ് ടോട്ടൽ അസറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ടോട്ടൽ അസറ്റും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ എന്താണ് ആ റേഷ്യോ ആണത്. ഇതിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓൺഡ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ എത്രയാണ്, 2,15,000 ആണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 2,15,000 ആണ്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ് ആണ്. ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് സൈഡിൻ്റെ ടോട്ടലാണ്. അസറ്റ് സൈഡിൻ്റെ ടോട്ടൽ ആയാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ് അല്ലേ. ടോട്ടൽ അസറ്റ്സ് തന്നെയാണ് ടോട്ടൽ ലയബിലിറ്റീസ്. ടോട്ടൽ ലയബിലിറ്റീസ് എത്രയാണ്, 3,15,000 ആണ്, 3,15,000 ആണ്. ദെൻ ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു 3,15,000. ദെൻ എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 2,15,000 ഡിവൈഡഡ് ബൈ 3,15,000. 2,15,000 ഡിവൈഡ് ബൈ 3,15,000 എന്ന് പറയുമ്പോൾ എത്രയാണ് അതിൻ്റെ റേഷ്യോ വരുന്നത്, 0.68:1. 0.68:1. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ 0.67 ഒക്കെയാണ് നമ്മളന്ന് പറഞ്ഞത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ എത്രയാണ്, ഏകദേശം ഒരു 68% നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, ടോട്ടൽ അസറ്റ്സിൽ 68% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എന്താണ്, നമ്മുടെ ഓൺഡ് ക്യാപിറ്റലാണ്. ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ നമ്മളെവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കാൽക്കുലേഷനാണിത്. നെക്സ്റ്റ് ഈസ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അടുത്ത റേഷ്യോ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബെയറിംഗ് റേഷ്യോ ആണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആണ്. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ is equal to fixed income bearing securities divided by fixed income bearing securities divided by shareholders അല്ലെങ്കിൽ എന്താണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇനി നമുക്ക് എന്താണ് ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട് എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞാണെങ്കിലും ഒന്നുകൂടി പറയാം. ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടി, ബിസിനസ്സിലേക്ക് ഫിനാൻസ് കിട്ടുന്നതിന് വേണ്ടി വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടിന് നമ്മൾ സ്ഥിരമായിട്ട് ഇൻട്രസ്റ്റോ ഡിവിഡൻ്റൊക്കെ കൊടുക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻറ്റ് കൊടുക്കേണ്ടി വരുന്ന ഫണ്ടിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പം ഡിബഞ്ചേഴ്സ് ആവാം, പ്രിഫറൻസ് ഷെയർസ് ആവാം, ലോങ് ടൈം ലോൺസ് ആവാം, ഇതൊക്കെ ഈ ഗണത്തിൽ പെടുന്നതാണ്. നമുക്കിവിടെ ഈ ക്വസ്റ്റ്യനിൽ ലയബിലിറ്റി സൈഡിൽ നമുക്ക് നോക്കാം ഏതാണ് ഫിക്സഡ് ആയിട്ടുള്ള, സ്ഥിരമായി ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻറ്റ് കൊടുക്കേണ്ടുന്ന ഫണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ നമുക്ക് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കുക. അതിന് പറഞ്ഞിട്ടുള്ളത്
5% പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റലിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം 5% ഡിവിഡൻഡ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാരണ്ടി ചെയ്ത് വാങ്ങിയിട്ടുള്ളൊരു പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റലാണത്. രണ്ടാമത്തെ ഇവിടെ ഐറ്റം എന്താണ്? 6% ഡിബഞ്ചേഴ്സാണ്. ഡിബഞ്ചേഴ്സിൻ്റെ അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട് എന്ന് പറയുന്നത്, സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ആ ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഒന്നുകൂടി മനസ്സിലാക്കുക. നമുക്ക് റെഗുലറായിട്ട് നമ്മളൊരു ഫിക്സഡ് ഇൻകം അല്ലെങ്കിൽ ഫിക്സഡ് എക്സ്പെൻസസ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയിട്ടുള്ള, നമ്മളെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള ഫണ്ടിനെയാണ് ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് ഡിവിഡൻഡോ ഇൻട്രസ്റ്റോ സ്ഥിരമായിട്ട് ഫിക്സഡ് എമൗണ്ടിൽ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങുന്ന എമൗണ്ടിനെയാണ് അങ്ങനെ പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം നമുക്ക്. എന്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് മീൻസ് ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് ദി ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും ചേർന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് പ്രിഫറൻസ് ഷെയർസും അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സും ആണ്. അപ്പോൾ നമുക്ക് ഡിബഞ്ചേഴ്സിൻ്റെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh ആണ്. 1 lakh 1 lakh പ്ലസ് ഇനി ഡിബഞ്ചേഴ്സാണ്. ഡിബഞ്ചേഴ്സ് എത്രയാണ്? കുട്ടികൾ കൂടി നോക്കുക കേട്ടോ, കുട്ടികളും കൂടി നോക്കുക. സോറി, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമുക്ക് 20,000 ആണ്. 20,000 ആണ് നമ്മുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. നമ്മുടെ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് 55,000 ആണ്. ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, P&L അക്കൗണ്ട് എല്ലാം കൂടി ചേർന്നാണ്. ഇക്വിറ്റി ക്യാപിറ്റൽ 1,50,000 ആണ്. 1,50,000 പ്ലസ് നമ്മുടെ ജനറൽ റിസർവ് 25,000 ആണ്. പ്ലസ് നമ്മുടെ P&L അക്കൗണ്ട് 20,000 ആണ്. അപ്പോൾ നമുക്കിവിടെ 20 + 55 ദാറ്റ് ഈസ് 75,000 ഡിവൈഡഡ് ബൈ 1,50,000. 25 ആകുമ്പോൾ 1,75,000, 1,95,000. 75,000 divided by 1,95,000 is equal to 0.38:1. 0.38:1. അതായത് ഇവിടെ നമ്മൾ പറയുന്ന ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഒരു എന്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ ₹1 രൂപയുണ്ടെങ്കിൽ അതിൻ്റെ 38 പൈസയാണ് എന്തുള്ളത്? ഇൻകം, ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം ബെയറിംഗ് ഫണ്ട് എന്ന് പറയുന്നത്. നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി തന്നെയാണ്, പവർഫുൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷനാണ്. ഇത് വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, അടുത്ത നമുക്ക് കാണാനുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ആണ്. അടുത്ത പോയിന്റ് ഫിക്സഡ് അസറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഫിക്സഡ് അസറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ദാറ്റ് ഈസ് ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഫിക്സഡ് അസറ്റ് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ അവൈലബിൾ ആണ്. ഫിക്സഡ് അസറ്റ് എത്രയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ 1,50,000 ആണ്. ഫിക്സഡ് അസറ്റ് ഈസ് ഈക്വൽ ടു 1,50,000 ഡിവൈഡ് ബൈ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. നമ്മളെപ്പോഴും നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്, ഇത് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. നമ്മൾ അവിടെയൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എത്രയാണ്? 2,15,000 is equal to 69:1. 0.69:1. ദ നെക്സ്റ്റ് ലാസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഫിക്സഡ് അസറ്റ് റേഷ്യോ അതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും അവസാനത്തെ പോയിൻ്റായിട്ട് പറയുന്ന റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ ലോങ് ടേം ഫണ്ട്സ്. ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ, ഞാൻ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് എഴുതാം. ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ
ലോങ് ടേം ഫണ്ട്സ്. ലോങ് ടേം ഫണ്ട്സ് യൂസ്ഡ് ഇൻ ദ ബിസിനസ് ആണ്. അപ്പോൾ അവിടെ 1,50,000 ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എത്രയാണ് ലോങ് ടേം ഫണ്ടായിട്ട് വരിക? നമുക്കിവിടെ ലോങ് ടേം ഫണ്ടായിട്ട് വരിക 1,50,000 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അതുപോലെ തന്നെ 20,000 പ്രിഫറൻസ് ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ 1,70,000 ദെൻ 1,95,000 1,95,000 ദെൻ 20,000 P&L അക്കൗണ്ട് ഡിബഞ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ഒഴികെ നമുക്ക് നോക്കുകയാണെങ്കിൽ എത്രയാണ്? 2,70,000 2,70,000 എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 0.56:1. ഒന്നുകൂടി പറയാം. ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റും ലോങ് ടേം ഫണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ്. ഫിക്സഡ് അസറ്റ് നമ്മുടെ കയ്യിൽ ഫിക്സഡ് അസറ്റ് എന്ന് തന്നെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, 1,50,000 രൂപയാണ്. ലോങ് ടേം ഫണ്ടിൽ നമ്മൾ എന്ത് മാത്രം ഒഴിവാക്കിയാൽ മതി? സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഷോർട്ട് ടേം ലയബിലിറ്റി മാത്രം ഒഴിവാക്കിയാൽ മതി, ബാക്കി എമൗണ്ടായി. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1,50,000 ഡിവൈഡ് ബൈ 2,70,000 ഈസ് ഈക്വൽ ടു 0.56:1. 0.56:1.